ബൂട്ടും ജേഴ്സിയും അണിഞ്ഞ് കാൽപന്ത് കളത്തിലേക്ക് ഒരു പെൺകുട്ടി എത്തി. ഉപ്പയുടെ കയ്യും പിടിച്ച പെൺകുട്ടി നടന്നെത്തിയത് ജീവിതത്തിന്റെ കളത്തിലേക്കായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മതപരമായ അതിർവരമ്പുകൾ ശക്തമായി നിലനിന്ന തൊണ്ണൂറുകളിൽ കളിക്കളത്തിലെ ആവേശത്തിലേറെ സമൂഹം നൽകിയ അവഗണനയും അവഹേളനവും സമ്മാനിച്ച പരാജയഭയം ഉപ്പയുടെ പിന്തുണയ്ക്കും പന്ത്രണ്ടുകാരിയുടെ ദൃഢനിശ്ചയത്തിനും കാൽപന്തിന്റെ ലോകം കാത്തുവെച്ചത് മികച്ച വനിതാ താരം, കോട്ടയത്തെ ആദ്യ വനിതാ പരിശീലക, ആലപ്പുഴയിലെ ആദ്യ വനിതാ റഫറി എന്നീ പദവികളിലാണ്. കോട്ടയം ലീഡ്സ് ഫുട്ബോൾ അക്കാദമിയിലെ വനിതാ പരിശീലക സുലു കുഞ്ഞുമോനാണ് കാൽപന്തിലെ പെൺപെരുമയായി മാറുന്നത്. ആലപ്പുഴ ആശ്രമം വാർഡിൽ വെളിയംപറമ്പിൽ വീട്ടിൽ കൂലിവേലക്കാരനായ ടി.എ. കുഞ്ഞുമോനെ ശൈല ദമ്പതികളുടെ രണ്ട് പെൺമക്കളിൽ ആദ്യപുത്രിയാണ് 30-കാരിയായ സുലു കുഞ്ഞുമോൻ. 6 വർഷത്തോളം ആലപ്പുഴയുടെ ജില്ലാ ടീമിൽ കളിച്ചിരുന്ന സുലു വിവാഹത്തോടെ കളിക്കളത്തോട് വിട പറഞ്ഞു. ആലപ്പുഴയുടെ പരിശീലകൻ എന്നറിയപ്പെടുന്ന വിജയകുമാറിന്റെ ഇടപെടലിൽ മൂലം ഭർത്താവ് ഫൈസാദിന്റെ പിന്തുണയോടെ സുലു കളിക്കളത്തിലേക്ക് രണ്ടാം വരവ് നടത്തി. ഇടതുകാലിൽ നിന്നും തീപ്പാർന്ന ഷോട്ടുകൾ പായിക്കുന്ന സുലുവിനെ മികച്ച പരിശീലകയാക്കി മാറ്റിയതും ഫുട്ബോളർ വിജയകുമാറായിരുന്നു. തന്റെ ജീവിതാനുഭവങ്ങൾ പാഠമാക്കി ഒരു പറ്റം വീട്ടമ്മമാരെയാണ് സുലു കുഞ്ഞുമോനെ കാൽപന്തിന്റെ ലോകത്തേക്ക് എത്തിക്കുന്നത്. ആലപ്പുഴ ടൗൺ ഫുട്ബോൾ ക്ലബ്ബ് എന്ന പേരിൽ തൃശൂരിൽ നടന്ന പ്രാദേശിക ഫുട്ബോൾ മത്സരത്തിൽ വിജയം നേടിയതോടെ സുലുവിന്റെ പെൺപടയുടെ പെരുമ നാടറിഞ്ഞു. 40-നും 50-നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാരാണ് ടീമിലെ കളിക്കാർ. യൗവനത്തിൽ തങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ സുലുവിനെ ലോകം അറിയണമെന്നതാണ് ഫുട്ബോളിന്റെ ലോകത്തെ വീട്ടമ്മമാരുടെ ആഗ്രഹം. കാൽപന്ത് ലോകത്തേക്ക് സ്ത്രീകൾ കടന്നു വരണമെന്നും വരുന്നവരെ പരിശീലിപ്പിക്കാനും സുലു കുഞ്ഞുമോൻ തയ്യാറുമാണ്. ഭർത്താവ് ഫൈസാദ്, മക്കൾ ഫർഹാന ഫൈസാദ്, ഫർസാന ഫൈസാദ് എന്നിവരുമാണ്. അന്വേഷണം, തൃശൂർ.